പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടു. ഈ വോട്ടേഴ്സ് കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് പുറത്ത് മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡ്സുകൾ കാവലിരിക്കുന്നതായി കണ്ടു. അപ്പോൾ ആ കാഴ്ചയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുദ്ദേശിക്കുന്നത്. ജനാധിപത്യം എന്നുള്ളത് പ്രാഥമികമായി ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയാണ്. ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പരസ്പര വിശ്വാസവും ബഹുസ്വരതയിലൂന്നിയ പ്രവർത്തനമാണ്. ഇപ്പം കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള സാധ്യത വളരെ തുലമാണ് എല്ലാ അർത്ഥത്തിലും. കാരണം എന്ന് പറഞ്ഞാൽ കേരളം രണ്ട് മുന്നണികളുടെ ശക്തി കേന്ദ്രമാണ്. മൂന്നാമതൊരു മുന്നണി ശക്തമായി കടന്നു വരാനുള്ള യാതൊരു സൂചനയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഭയപ്പാട് കേരള സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള ഇസ്ലാമിക സമുദായ പാർട്ടികൾ, ചില എന്ന് കൊട്ടേഷനിലിടണം, ചില ഇസ്ലാമിക സമുദായ പാർട്ടികൾ കാണിക്കുന്ന വല്ലാത്തൊരു ഹിസ്റ്റീരിയയുടെ സ്വഭാവത്തിലുള്ള ഉത്കണ്ഠയുടെ കാരണമാണ് മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ളത്. ഹിസ്റ്റീരിയ എന്ന് തന്നെ പറയണം. കാരണം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ പല നടപടികളോടും പലപ്പോഴും വിയോജിപ്പുകൾ ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷെ പലപ്പോഴും ഭരണപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ പരിഗണിച്ചായിരിക്കും പല നീക്കങ്ങളും നടത്തുക. അത് ജുഡീഷ്യറി ഏതാണ്ട് പലപ്പോഴും ഭരണകൂട താല്പര്യങ്ങളെ സമ്പൂർണമായി എതിർക്കുന്ന രൂപത്തിലുള്ള നിലപാടുകൾ ജുഡീഷ്യറിയും പൊതുവെ സ്വീകരിക്കാറില്ല. കാരണം ഇതെല്ലാം പാരസ്പര വിശ്വാസത്തോടുകൂടിയും പാരസ്പര്യത്തോടുകൂടിയും പ്രവർത്തിക്കുന്ന ചില ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഇലക്ഷനെ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ല എന്ന് തന്നെ പറയാം. ഇപ്പം കൺട്രോൾ യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്ന വോട്ടുകൾ, ആ വോട്ടുകൾ രജിസ്റ്റർ ചെയ്യുന്ന കൃത്യമാണോ എന്നറിയാൻ ഇപ്പോൾ VVPAT സംവിധാനം വരെയുണ്ട്. നമ്മുടെ വോട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്ന സംവിധാനം വരെ ഇന്ന് നിലവിലുണ്ട്. ആ പ്രിൻ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തർക്കം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇവ പരിശോധിക്കാൻ വേണ്ടി അത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം സുതാര്യമാണ് വോട്ടിംഗ് മിഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വോട്ടിംഗ് മിഷനെ സംബന്ധിച്ച് ചില രാഷ്ട്രീയ പാർട്ടികൾ തർക്കമുന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ആ ചാലഞ്ച് സ്ഥാപിക്കാൻ അവരെ ക്ഷണിക്കുകയും, എന്നാൽ ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടിയാണ് ഈ ചാലഞ്ചിൽ പങ്കെടുത്തത്, ആം ആദ്മി പാർട്ടി. അവർക്കത് തെളിയിക്കാൻ കഴിയാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കൺട്രോൾ യൂണിറ്റിൽ ഏതെങ്കിലും രീതിയിൽ കൃത്രിമത്വം നടത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇലക്ഷൻ നടപടികളെല്ലാം തന്നെ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജന്റുകളുടെ മുൻനിർത്തിയാണ് എല്ലാ ഇലക്ഷൻ നടപടികളും. അതിൻ്റെ എല്ലാ ഘട്ടവും ഒരു വോട്ടിംഗ് മെഷീൻ കാൻഡിഡേറ്റ് ലിസ്റ്റ് അതിൽ ഫിക്സ് ചെയ്യുന്നത് തൊട്ട് എല്ലാ ഘട്ടങ്ങളും എന്നാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ മുന്നിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവസാന തെരഞ്ഞെടുപ്പ് ഘട്ടം വരെ
ബൂത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ നടപടികളും ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം അറ്റാച്ച് ചെയ്യുന്ന സീല് ഓരോ CUവിൻ്റെ മേലെയും ഓരോ BUവിൻ്റെ മേലെയും ഓരോ VVPAT യന്ത്രത്തിൻ്റെ മേലെയും ഉണ്ട്. ആ ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്ന പ്രിസൈഡിങ് ഓഫീസറുടെ, അതേപോലെ ആ ബൂത്തിലിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ഏജന്റിന്റെ എല്ലാവരുടെയും സീലുകൾ ഈ എല്ലാതരം മെഷീനുകളുടെ മേലെയും ഉണ്ട്. അപ്പോൾ ഇത് സ്ട്രോങ് റൂമിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് കൗണ്ടിങ് സമയത്ത് മാത്രമാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം കോഴിക്കോട് നടന്ന സംഭവം പോലും സ്ട്രോങ് റൂമല്ല തുറന്നിട്ടുള്ളത്. അതിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കുറേ ഡാറ്റകളല്ലാതെ നമ്മൾ പേപ്പർ വർക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്ന മെറ്റീരിയൽ റൂമാണ്, അത് സീൽ ചെയ്യാത്ത റൂമാണ്. അതിൻ്റെ ഒരുപക്ഷെ എന്താണ് തെരഞ്ഞെടുപ്പ് പോളിംഗായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കണക്കുകളിൽ ചില കൺഫ്യൂഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് തുറന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പിറകിലുള്ള സംഭവം. അപ്പം ഇതൊക്കെ മുൻനിർത്തി ഇലക്ഷൻ അട്ടിമറിയെക്കുറിച്ചുള്ള ആരോപണം ഉന്നയിക്കുക, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുക, അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം സത്യസന്ധമല്ല, അതൊരു വൈകാരികതയുടെ രാഷ്ട്രീയമാണ്, അതൊരു സങ്കുചിത ചിന്തയുടെ രാഷ്ട്രീയമാണ്, അതൊരു ഉന്മാദത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വല്ലാണ്ട് പടർത്തിയതിൻ്റെ വൈകാരിക എലമെന്റുകൾ കേരള സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. ജനാധിപത്യം നമ്മൾ സമചിത്തതയോടുകൂടി ഇടപെടേണ്ട ഒരു മേഖലയാണ്. നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ അതിവൈകാരികതയുടെ സ്പേസുകൾ വളരെ കുറവാണ്. ഈ അതിവൈകാരികത ഉപയോഗിച്ചിട്ട് ഭരണകൂടങ്ങൾ നിർമ്മിക്കുന്നത് ജനാധിപത്യത്തിലല്ല, അത് പലപ്പോഴും ഏകാധിപത്യ ഭരണ സംവിധാനങ്ങളിലാണ് അത്തരം ഭരണകൂടങ്ങൾ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർക്ക് ചില പക്വതകൾ ആവശ്യപ്പെടുന്നു, പക്വതാപരമായ ഇടപെടലുകൾ ആവശ്യപ്പെടുന്നു, ചില സമചിത്തപരമായ ഇടപെടലുകൾ ആവശ്യപ്പെടുന്നു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. ചില വൈകാരികതകളെ ആളിക്കത്തിച്ച് നവമാധ്യമങ്ങളിൽ ഒരുപടി വീഡിയോകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. ഇലക്ഷൻ അട്ടിമറി സാധ്യതയെ മുൻനിർത്തി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നാം ആരെയാണ് അപമതിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ, അല്ലെങ്കിൽ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള സംവിധാനത്തെ. ഇതാണ് നമ്മൾ അപമതിക്കുക. ഇതിനൊക്കെ ചോദ്യം ചെയ്യാനുള്ള വേദികളുണ്ട്. ആ വേദികളിലാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള സംഭവം കൃത്രിമമായിട്ട് എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ട്, അതൊക്കെ ചോദ്യം ചെയ്യാനുള്ള വേദികളുണ്ട്. അവിടെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ യഥാർത്ഥ റോൾ എന്നുള്ളത്. അല്ലാതെ സ്ട്രോങ് റൂമിന് മുന്നിൽ പട്ടിയെ പോലെ കാവലിരിക്കുക എന്നുള്ളത് അത് ഒരു എന്താണ്, ഈ സംവിധാനങ്ങളെ മുഴുവൻ അപമതിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ജനാധിപത്യത്തെ അപമതിക്കുന്നതിന് തുല്യമാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പറയാം. സംഘപരിവാർ അവരുടെ രാഷ്ട്രീയം വിജയം നേടുന്നത്, അവരുടെ രാഷ്ട്രീയ വിജയം നേടുന്നത് അവർ വോട്ടിംഗ് യന്ത്രത്തെ ഹാക്ക് ചെയ്താണ്, അല്ലെങ്കിൽ വോട്ടിങ്ങിൽ കൃത്രിമത്വം കാണിച്ചാണ് എന്നുള്ളൊരു ധാരണ, അത് അങ്ങേയറ്റം അബദ്ധജടിലമായ ധാരണയാണ്. സംഘപരിവാർ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടാണ് അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഭൗതികമായിട്ട് ഇടപെടുന്നത് ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ അത് സംഘപരിവാറാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. നമ്മൾ ചാണക ബുദ്ധിജീവികൾ, ചാണകങ്ങൾ എന്നെല്ലാം കൗഡങ് സംഗീസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ബുദ്ധിപൂർവം ഇടപെടുകയും
കൃത്യമായ ആസൂത്രണത്തോടെ അവരുടെ ഓരോ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഇന്ത്യയിലുള്ളൂ. അത് സംഘപരിവാറാണ്. അവരുടെ ഓരോ പരിപാടിയും കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ എക്സിക്യൂഷനിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് സംഘപരിവാർ വിജയം നേടുന്നത്? പാർലമെന്ററി ജനാധിപത്യത്തിൽ അവരെങ്ങനെയാണ് വിജയം നേടുന്നത്? അവരുടെ പ്രചരണ രംഗത്ത് അവർ വലിയ ആധിപത്യം, അവർക്ക് എല്ലാ മാധ്യമങ്ങളും സംഘപരിവാർ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ വിനിയോഗിക്കുന്നുണ്ട്. അവർക്കെതിരായ ആശയങ്ങളെ അവർ നിശബ്ദരാക്കുന്നുണ്ട്. അല്ലെങ്കിൽ എതിരായ ആശയങ്ങൾക്ക് സ്പേസ് ഇല്ലാത്ത അവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. പിന്നെ അവർ ചെയ്യുന്നത് ഇലക്ട്രൽ കോളേജ് മാനിപ്പുലേഷനാണ്. മാനിപ്പുലേഷൻ എന്നുള്ള വാക്ക് നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇലക്ട്രൽ കോളേജിൽ അവരിടപെട്ടുകൊണ്ടാണ് അവരുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അവരേതെല്ലാം സീറ്റ് വിജയിക്കണമെന്ന് അവർ മുൻകൂർ പ്ലാൻ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രൽ കോളേജ് അവരവിടെ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന രൂപത്തിൽ അവർ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ വിജയം നേടുന്നത്. ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂരായാലും തിരുവനന്തപുരം നഗരസഭയായാലും അവർ ഈ രണ്ട് മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രചരണ രംഗത്ത് അവരുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നേടിയ മേൽക്കൈ. രണ്ടാമത്തത്, അവരവിടെ ഇലക്ട്രൽ കോളേജ് അവർക്ക് അനുകൂലമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. RSS എന്നുള്ള സന്നദ്ധ സേവക സംഘമുണ്ട്. രാഷ്ട്രീയ സ്വയം സേവകന്റെ പ്രവർത്തകരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വോളണ്ടറി സർവീസാണ്. അവർക്ക് 10,000 ആൾക്കാരെ മൊബിലൈസ് ചെയ്യാൻ അവർക്ക് എളുപ്പം കഴിയും. അങ്ങനെയാണ് അവർ ഇലക്ട്രൽ കോളേജ് മാനിപ്പുലേഷൻ നടത്തുന്നത്. അങ്ങനെ അവർ കൃത്യമായി ടാർഗറ്റ് ചെയ്താണ്, ഏത് സീറ്റുകൾ വിജയിക്കണമെന്ന് ടാർഗറ്റ് ചെയ്താണ് സമകാലിക ഇന്ത്യയിൽ അവർ വിജയങ്ങൾ ആവർത്തിക്കുന്നത്. അപ്പം ഇതൊന്നും കാണാതെ, അവർ ചെയ്യുന്ന ഇത്തരം പ്ലാനിങ്ങുകളൊന്നും അഡ്രസ്സ് ചെയ്യാതെ വെറും ആരോപണങ്ങൾ മാത്രം ഉയർത്തിക്കൊണ്ട് സംഘപരിവാറിനെ നേരിടാൻ കഴിയില്ല. അവരുപയോഗിക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള ചങ്കൂറ്റവും കാര്യപ്രാപ്തിയും കാണിക്കുകയാണ് പ്രതിപക്ഷം വേണ്ടത്. ഇപ്പം രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന ആരോപണം ഉയർത്തിയത് ഈ ഒരു ഇലക്ട്രൽ കോളേജ് മാനിപ്പുലേഷൻ മുൻനിർത്തിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ മുദ്രാവാക്യത്തെ കോൺഗ്രസ്സുകാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആഴത്തിൽ പ്രസരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് കൂടി ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുമായിരുന്നു. അല്ലെങ്കിൽ മൈക്രോ ലെവൽ, ബൂത്ത് ലെവലിൽ ഈ രൂപത്തിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ക്യാമ്പയിനിങ് നടത്താനുള്ള സാധ്യത കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രയോഗവൽക്കരിക്കുകയായിരുന്നു. അപ്പം ഇതൊന്നും ചെയ്യാതെ നിഷ്ക്രിയരായി നിന്നിട്ട് നമ്മൾ സംഘപരിവാറിൻ്റെ ആധിപത്യത്തിനോ നേർക്ക് കുരച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. സംഘപരിവാറിൻ്റെ ഭൗതിക നേതൃത്വത്തെ അതേ തരത്തിലുള്ള ഭൗതിക നേതൃത്വം ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ റദ്ദ് ചെയ്യേണ്ടത്, അവരെ നിർവീര്യമാക്കേണ്ടത്. അല്ലാതെ അതിവൈകാരിക പ്രകടനങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയില്ല. ഇത് ഒരു സാമർത്ഥ്യത്തിൻ്റെ യുദ്ധമാണ്. ജനാധിപത്യം ഒരു സാമർത്ഥ്യത്തിൻ്റെ യുദ്ധം കൂടിയായി പരിണമിച്ചിട്ടുണ്ട്. ഒരാശയ പ്രചരണത്തിൻ്റെ യുദ്ധം കൂടിയായിട്ട് പരിണമിച്ചിട്ടുണ്ട്. ആശയങ്ങളുടെ ആധിപത്യത്തിൻ്റെ യുദ്ധം കൂടിയായിട്ട് പരിണമിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ നമുക്ക് സംഘപരിവാറിനെ എതിർക്കാൻ കഴിയൂ. ആ തിരിച്ചറിവാണ് നമ്മൾ നയിക്കേണ്ടത്. ഓക്കെ.